السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما واصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയുടെ അൽ ഖസീദത്തുൽ ലാമിയ്യ എന്ന ഒരു കൊച്ചു കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഇനി നമുക്ക് വായിക്കാനുള്ളത് അഞ്ചാമത്തെ വരിയാണ്. ആദ്യമായി സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അഞ്ചാമത്തെ വരിയിലൂടെ ഷെയ്ഖ് പറയുന്നു: وأقول في القرآن ما جاءت به آياته فهو الكريم المنزل. وأقول ഞാൻ പറയുന്നു, അഥവാ എൻ്റെ വിശ്വാസമായി ഞാൻ പറയുന്നു, ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് എൻ്റെ വിശ്വാസമായി ഞാൻ പറയും. എന്ത്? മാ ജാഅത് ബിഹി ആയാതുഹു, ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളും സുവ്യക്തമായ ആയത്തുകളും ഖുർആനിനെ കുറിച്ച് എന്താണോ നമുക്ക് പറഞ്ഞു തന്നത്, ഖുർആനിനെ കുറിച്ച് എന്താണോ നമുക്ക് അറിയിച്ചു തന്നത്, അത് ഞാൻ ഖുർആനിനെ കുറിച്ച് എൻ്റെ വിശ്വാസമായി ഞാൻ പറയും. ഖുർആനിനെ കുറിച്ച് എൻ്റെ വിശ്വാസമായി ഞാൻ പറയുന്നത് ഖുർആൻ പറഞ്ഞു തന്ന കാര്യമാണ്. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഫഹുവൽ കരീം, ആ ഖുർആൻ എന്നത് അൽ കരീം, കരീമാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് കരീം എന്ന വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ നൽകിയിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅയിൽ കാണാം, ഇന്നഹു ലഖുർആനുൻ കരീം, തീർച്ചയായും അത് കരീമായ ഖുർആനാണ്. എന്താണ് കരീം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഐ കസീറുൽ ഖൈരി വൽ അഅ്ളമ, ധാരാളം മഹത്വങ്ങളും നന്മകളും നിറഞ്ഞ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഫഹുവൽ കരീം, വിശുദ്ധ ഖുർആൻ എന്നത് കരീമായ ഗ്രന്ഥമാണ്. അൽ മുൻസൽ, മാത്രമല്ല അത് ഇറക്കപ്പെട്ടതാണ്, അവതീർണമായ ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് ഇറക്കപ്പെട്ടത്? മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ് ഖുർആൻ എന്നത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇറക്കപ്പെട്ട ഗ്രന്ഥം എന്ന വിശേഷണം പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ഒരു ബൈത്തിലൂടെ ശൈഖ് റഹിമഹുല്ലാഹ് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താണ് എന്ന് വിശദീകരിക്കലാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അഹ്ലുസുന്നയുടെ അഖീദയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള വിഷയം എന്നുള്ളത് വിശ്വാസ കാര്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള കാര്യം, വിശ്വാസം എന്നുള്ളത്. മാത്രമല്ല, ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന്, അഹ്ലുൽ ബിദ്അയിൽ നിന്ന് അഹ്ലുസുന്നയെ വേർതിരിക്കുന്ന പ്രധാന മസ്അലകളിൽ ഒന്നുമാണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള വിശ്വാസം എന്നുള്ളത്. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിശ്വസിക്കുന്നത്? അൽ ഖുർആൻ കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ് മിൻഹു ബദഅ വഇലൈഹി യഊദ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. ഏതാണ് 4 കാര്യങ്ങൾ?
القرآن كلام الله غير مخلوق منه بدأ وإليه يعود. ഈ പറയുന്ന 4 കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള വിശ്വാസം. പണ്ഡിതന്മാർ അത് വളരെ ഭംഗിയായി ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ അഹ്ലുസുന്നയുടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള സഹീഹായ വിശ്വാസം അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവർക്കുള്ള മറുപടിയും ഈ 4 കാര്യങ്ങളിലുണ്ട്. എന്നാൽ ഒന്നാമത്തെ കാര്യം ഖുർആൻ കലാമുല്ലാഹ്. വിശുദ്ധ ഖുർആൻ എന്നത് അത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സംസാരമാണ്. അൽ കലാം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽ ഒരു സിഫത്താണ്, വിശേഷണങ്ങളിൽ ഒരു വിശേഷണമാണ് കലാം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ പൂർണ്ണതക്കും മഹത്വത്തിനും അനുയോജ്യമായ യോജിക്കുന്ന വിധത്തിൽ അവന് ചില പേരുകളും അതുപോലെ തന്നെ ചില വിശേഷണങ്ങളും ഉണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ സിഫത്തുകളിൽ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു സിഫത്താണ് കലാമുല്ലാഹ്. അല്ലാഹുവിന്റെ കലാം, സംസാരം എന്ന അവന്റെ സിഫത്ത്. ആ കലാമിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഏതുപോലെ തൗറാത്തും ഇൻജീലുമെല്ലാം അല്ലാഹുവിന്റെ കലാമിൽപ്പെട്ടത് തന്നെയാണ്. പിന്നീട് അതിൽ ആ ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ പിൽക്കാലത്ത് പല കടത്തിക്കൂട്ടലുകളും കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും ഒക്കെ നടന്നിട്ടുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി അതെന്താണ്? അല്ലാഹുവിൽ നിന്ന് അവതീർണമായ അല്ലാഹുവിന്റെ കലാം തന്നെയാണ്. അതുപോലെ ഒരു കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അതിലെ ഹർഫുകളും അക്ഷരങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആശയങ്ങളും എല്ലാം അല്ലാഹുവിന്റെ കലാമിൽപ്പെട്ടത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരത്തിൽപ്പെട്ടത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ. അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇത് പറഞ്ഞത്? ചില ബിദ്അത്തിന്റെ കക്ഷികൾ പറയുന്നത് പോലെ ഖുർആൻ എന്തല്ല, അതിന്റെ ആശയം മാത്രമാണ് അല്ലാഹുവിൽ നിന്നുള്ളത്, അതിന്റെ അക്ഷരങ്ങളും വാക്കുകളും എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതല്ല എന്ന വാദം പല ബിദ്അത്തിന്റെ കക്ഷികളും മുൻകാലത്ത് തൊട്ട് തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്, വിശ്വസിച്ചു പോന്നിട്ടുണ്ട്. അതല്ല അഹ്ലുസുന്നയുടെ വിശ്വാസം എന്നുള്ളത്. ശരിയായ വിശ്വാസം എന്താണ്? ഖുർആൻ മുഴുവൻ അതിലെ വാക്കുകളും ആ വാക്കുകളും ആയത്തുകളും അടങ്ങുന്ന ആശയങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അവന്റെ കലാം, സംസാരം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും സ്വഹാബത്തിന്റെ അസറുകളിലും കലാം എന്ന സിഫത്ത് അല്ലാഹുവിനുണ്ട്. ആ സിഫത്തിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ എന്ന് അറിയിക്കുന്ന അനേകം തെളിവുകൾ, ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, وَإِنْ أَحَدٌ مِنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ. മുശ്രിക്കീങ്ങളിൽ നിന്ന് ആരെങ്കിലും നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ ഫഅജിർഹു, നീ അവന് അഭയം നൽകുക, ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അല്ലാഹുവിന്റെ സംസാരം അവൻ കേൾക്കുന്നത് വരെ. ഈ ആയത്തിൽ നോക്കൂ, കലാമിനെ അല്ലാഹുവിലേക്ക് ചേർത്തി പറയേണ്ടത് കലാമുല്ലാഹ്. ആ ആയത്തിൽ തന്നെ വ്യക്തമാണത് അല്ലാഹുവിന്റെ കലാം എന്ന സിഫത്തുണ്ട് എന്നതിന് ആ ആയത്തിൽ തന്നെ തെളിവാണ്. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കലാമുല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് സഹോദരങ്ങളെ, അത്
അള്ളാഹുവിന്റെ കലാമ് തന്നെയാണ്. അള്ളാഹു സംസാരിച്ച അവന്റെ സംസാരം തന്നെയാണ്. ആ സംസാരം റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കേൾക്കുകയും എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്തിച്ചു കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരായ നമുക്ക് യുരീദൂന അൻ യുബദ്ദിലു കലാം അല്ലാഹ്, അവിടെയും അള്ളാഹുവിലേക്ക് കലാം എന്ന സിഫത്തിനെ ചേർത്ത് പറയാം. അവർ അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കാൻ ഉദ്ദേശിക്കുന്നു. മറ്റൊരായത്തിൽ കാണാം വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് കല്ലമ ഫിഇലായിട്ടാണ് പ്രയോഗിച്ചത്, സംസാരിച്ചു. അള്ളാഹു മൂസ നബിയോട് സംസാരിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ആയത്തുകളെല്ലാം എന്താണ് അറിയിക്കുന്നത്? അള്ളാഹുവിന് കലാം എന്ന സിഫത്തുണ്ട് എന്നതിനെ തന്നെയാണ്. ആ സിഫത്തിൽപ്പെട്ടതാണ് അവന്റെ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്, അള്ളാഹുവിന്റെ കലാമിൽപ്പെട്ടതാണ്. അവരാണ് അഹ്ലുസുന്നയുടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ഒന്നാമത്തെ വിശ്വാസം, അത് കലാമുല്ലാഹ്. രണ്ടാമത്തേത് ഗൈറു മഖ്ലൂഖ്, ആ ഖുർആൻ എന്തല്ല, സൃഷ്ടിയല്ല. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. എന്തുകൊണ്ടാണ് സൃഷ്ടിയല്ല എന്ന് പറയുന്നത്? കാരണം തൊട്ടു മുന്നേ നമ്മൾ പറയുന്നത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. കലാം എന്നുള്ളത് അവന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. ഖുർആൻ സംസാരം എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഒരു വിശേഷണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരിക്കലും എന്താവുകയില്ല, മഖ്ലൂഖാവുകയില്ല, സൃഷ്ടിയാവുകയില്ല. മറിച്ച് അത് അവന്റെ വിശേഷണമാണ്, സിഫത്താണ്. അള്ളാഹുവിന്റെ സിഫത്ത് എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു അലാ ലഹുൽ ഖൽഖു വൽ അംർ, നിങ്ങൾ അറിയണം ഖൽഖിന്റെയും അംറിന്റെയും അധികാരം അള്ളാഹുവിനാണ്. എന്താണ് ഖൽഖ്? സൃഷ്ടി, അംർ കൽപ്പന. അപ്പൊ ഈ ആ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സൃഷ്ടിപ്പ്, രണ്ടാമത് കൽപ്പന. സൃഷ്ടിപ്പിന്റെയും കൽപ്പനയുടെയും അധികാരം അള്ളാഹുവിനാണ്. രണ്ട് കാര്യങ്ങളെയും വേർതിരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണെങ്കിൽ അവന്റെ സൃഷ്ടിയിൽപ്പെട്ടതല്ല അവന്റെ കൽപ്പനകൾ എന്നുള്ളത്. സൃഷ്ടി വേറെ, അമർ വേറെ. ആ ആയത്തിൽ തന്നെ തെളിവാണത്. അവന്റെ വിശേഷണങ്ങൾ ഒരിക്കലും എന്തല്ല, സൃഷ്ടിയല്ല എന്നുള്ളത്. കാരണം അള്ളാഹു രണ്ടിനെയും ഈ ആയത്തിൽ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് മുമ്പ് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്, ഇവരൊക്കെ ഈ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, സമർത്ഥിച്ചിട്ടുണ്ട്? അല്ല, അള്ളാഹുവിന്റെ കലാം എന്നത് ഒരിക്കലുമല്ല സൃഷ്ടിയല്ല എന്നതിന് ഈ ആയത്ത് അവർ തെളിവ് പിടിച്ച് സമർത്ഥിച്ചതായി കാണാൻ സാധിക്കും. ഇമാം അൽ-ആജിലി റഹിമഹുല്ലാഹ് ഒരു സംഭവം അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് ഖുർആനിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഖുർആൻ സൃഷ്ടിയാണോ എന്ന നിലക്ക് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഈ ആയത്ത് ഓതി കൊടുത്തു, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അള്ളാഹുവിനുള്ളതാണ് സൃഷ്ടിപ്പും കൽപ്പനയും അതിന്റെ അധികാരം അള്ളാഹുവിനാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അലാ തറാ കൈഫ ഫറഖ ബൈനൽ ഖൽഖി വൽ അംർ, നീ കണ്ടില്ലേ? ഇവിടെ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു അവന്റെ സൃഷ്ടിപ്പിനെയും അവന്റെ കൽപ്പന എന്ന കാര്യത്തെയും രണ്ടിനെയും വേർതിരിച്ചു പറഞ്ഞത് നീ കാണുന്നില്ലേ? ഫൽ അംറു കലാമുഹു, അവന്റെ കൽപ്പന എന്നുള്ളത് അവന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്നുള്ളത് അവന്റെ സംസാരമാണ്, കലാമിൽപ്പെട്ടതാണ്. ഫലൗ കാന മഖ്ലൂഖൻ, ആ സംസാരത്തിൽപ്പെട്ട കൽപ്പനകൾ സൃഷ്ടിയായിരുന്നുവെങ്കിൽ ലം യുഫറഖ്, ഈ ആയത്തിൽ വേർതിരിച്ചു പറയുമായിരുന്നില്ല, ഒരുമിച്ച് പറയുമായിരുന്നു. ഖൽഖിന്റെ ഉള്ളിൽ തന്നെ അമർ പെടുമായിരുന്നെങ്കിൽ അവിടെ വേർതിരിച്ച് പറയുമായിരുന്നില്ല. ഈ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണ്, സിഫത്താണ് എന്ന്, അള്ളാഹുവിന്റെ സിഫത്തായ കലാമിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം സമർപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ,
ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ സുന്നയുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നോക്കൂ, ഹദീസിൽ നിന്ന് ഒരുപാട് തെളിവുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ കലാമാണ്, അത് മഖ്ലൂഖ് അല്ല എന്നുള്ളതിന് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. അഊദു, ഞാൻ അഭയം തേടുന്നു, ബികലിമാത്തില്ലാഹി അത്താമ്മാത്ത്, സമ്പൂർണമായ അല്ലാഹുവിന്റെ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അഭയം തേടുന്നു. എന്തിൽ നിന്ന്? മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഷർറുകളിൽ നിന്ന്. അതാണ് ആ ദുആഇന്റെ അർത്ഥം. ഈ ഒരു ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം സമർത്ഥിക്കാറുണ്ടായിരുന്നു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഖുർആൻ എന്നല്ല, അല്ലാഹുവിന്റെ കലാം എന്നുള്ളത് ഒരിക്കലും അവന്റെ സൃഷ്ടിയല്ല, മറിച്ച് അവന്റെ വിശേഷണമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ തെളിവ് എന്താണ്? ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാണ്, അഭയം തേടാണ്, അല്ലാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അഭയം തേടുന്നു എന്നാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളെ കുറിച്ചുകൊണ്ട് അഭയം തേടുകയില്ല. ഇസ്തിആദ, അഭയം തേടാൻ എന്നുള്ളത് അവരോട് മാത്രമേ പാടുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ. അതല്ലാത്തത് കുഫറാണ്, ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മഖ്ലൂഖിനോട് അഭയം തേടുകയില്ല. അപ്പൊ ഈ ഹദീസിൽ എന്തിനുള്ള തെളിവാണ്? കലിമാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിഫത്ത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ അഭയം തേടുന്നു. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ രീതിയിൽ അല്ലാഹുവിന്റെ സിഫത്തുകൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അഭയം തേടാം, ദുആ ചെയ്യാം. ഈ ഹദീസ് എന്തിനുള്ള തെളിവാണ്? അല്ലാഹുവിന്റെ സംസാരങ്ങൾ ഒരിക്കലും അവന്റെ സൃഷ്ടിയല്ല, മറിച്ച് അവന്റെ വിശേഷണമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരിക്കലും എന്ത് വിശേഷിപ്പിക്കാൻ പാടില്ല, അത് അല്ലാഹു, അത് മറ്റു സൃഷ്ടികളെ പോലെ ഒരു സൃഷ്ടിയാണ് എന്ന് നമുക്ക് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഖുർആൻ സൃഷ്ടിയാണ് എന്നാരെങ്കിലും വാദിച്ചാൽ അവൻ കാഫിറാണ് എന്നത് പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് വിശുദ്ധ ഖുർആനിനെ കുറിച്ച്. ഒന്നാമത്തേതാണ് കലാമുല്ലാഹ്, രണ്ടാമത്തേത് ഗൈറു മഖ്ലൂഖ്, സൃഷ്ടിയല്ല, അത് അല്ലാഹുവിന്റെ സിഫത്താണ്, വിശേഷണമാണ്. മൂന്നാമത്തേത് മിൻഹു ബദഅ, അവനിൽ നിന്നാണ് അതിന്റെ ആരംഭം, അല്ലാഹുവിൽ നിന്നാണ് അത് ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി സംസാരിച്ചത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മലക്ക് ജിബ്രീൽ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഖുർആൻ എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അത് സംസാരിച്ചു, അത് പറഞ്ഞു, അത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് യഥാർത്ഥത്തിൽ അവന്റെ സംസാരം നേരിട്ട് കേട്ടു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് എത്തിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, വിശുദ്ധ ഖുർആൻ എന്നത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ്. നസല ബിഹിർ റൂഹുൽ അമീൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊണ്ടുവന്നതാണ് റൂഹുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, നിന്റെ ഹൃദയത്തിലേക്ക് മലക്ക് ജിബ്രീൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്തു. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് ആ ഗ്രന്ഥം എന്നുള്ളത്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ സനദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ കേട്ടു, ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആനിനെ കുറിച്ച് അത് ജിബ്രീലിന്റെ വാക്കാണ്
അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, സംസാരമാണ് എന്ന നിലയ്ക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തക്വീറിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين إنه لقول رسول كريم. അല്ലാഹു ഖുർആനിനെ കുറിച്ച് പറയുന്നു അത് ഒരു ദൂതന്റെ റസൂലിന്റെ സംസാരമാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മറ്റൊരു സൂറത്തുൽ ഹാഖയിൽ നമുക്ക് കാണാം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇറിൻ ഖലീലൻ മാ തുഅ്മിനൂൻ. അവിടെയും അല്ലാഹു സമാനമായ വാക്കാണ് ഉപയോഗിച്ചത്. അവിടെ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഒരു ആയത്തിൽ അല്ലാഹു പറയുന്നത് ജിബ്രീലിന്റെ വാക്കാണ്, മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ്. ഇത് ഏത് അർത്ഥത്തിലാണ് അല്ലാഹു ചേർത്തി പറഞ്ഞിട്ടുള്ളത്? തബ്ലീഗ് എന്ന അർത്ഥത്തിലാണ്. തബ്ലീഗ് എത്തിച്ചു കൊടുത്തു എന്ന അർത്ഥത്തിൽ മാത്രമാണ് അവിടെ റസൂലിലേക്ക്, മലക്ക് ജിബ്രീലിലേക്ക് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എന്തല്ല അവരാണ് ആദ്യമായത് സംസാരിച്ചത് എന്ന അർത്ഥത്തിൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് മിൻഹു ബദഅ. വിശുദ്ധ ഖുർആൻ ആരിൽ നിന്ന് തുടങ്ങിയതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് ഖുർആനിന്റെ ആരംഭം എന്നത്. അപ്പോൾ ഈ ആയത്തുകളിൽ പടപ്പുകളിലേക്ക് ചേർത്തി പറഞ്ഞതോ എന്നൊരു ചോദ്യം വന്നാൽ അതിനുള്ള ജവാബ് എന്താണ്? ആ ആയത്തിലുള്ള ഇളാഫത്ത്, പടപ്പുകളിലേക്ക് ചേർത്തി പറഞ്ഞത് ഒരിക്കലും ഇബ്തിദാ എന്ന അർത്ഥത്തിലല്ല, തുടക്കം, ആരംഭം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് തബ്ലീഗ്, എത്തിച്ചു കൊടുത്തു എന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ നോക്കൂ, നേരത്തെ ഞാൻ ഈ വരിയുടെ അർത്ഥം പറയുന്നത് ഞാൻ പറഞ്ഞു, ഫഹുവൽ കരീമുൽ മുൻസൽ. മുൻസൽ അവതീർണമായ, അവതരിപ്പിക്കപ്പെട്ട, ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്, അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നത്. ഈ ഒരു വിശേഷണം വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. മറ്റൊരു ആയത്തിൽ കാണാം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിൽ നാമാണ് ആ ഖുർആനിനെ അൻസൽനാ ഇറക്കിയത്, അവതരിപ്പിച്ചത്. അല്ലാഹു പറയാം. അപ്പോൾ ഈ ആയത്തുകളെല്ലാം അർത്ഥമാക്കുന്നത്, അറിയിക്കുന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്നത് തന്നെയാണ്. നാലാമത്തെ പോയിന്റ്, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള നാലാമത്തെ കാര്യം, വഇലൈഹി യഊദ്. വിശുദ്ധ ഖുർആൻ അവനിലേക്ക് തന്നെ മടങ്ങും. ആരിലേക്ക്? അല്ലാഹുവിലേക്ക് തന്നെ വിശുദ്ധ ഖുർആൻ മടങ്ങും. അവസാന കാലത്ത്, അന്ത്യനാളിന്റെ തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഖിയാമത്തിന്റെ മുമ്പ് സംഭവിക്കുന്ന, അവസാന കാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഭൂമിയിൽ നിന്ന് പരിപൂർണമായും ഉയർത്തപ്പെടും. പണ്ഡിതന്മാർ പറയുന്നു, യുർഫഉ മിനസ് സുദൂരി വമിനസ് സുദൂർ. വരികളിൽ നിന്നും അതുപോലെ തന്നെ ഹൃദയങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടും. ഇത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. പിന്നീട് ഭൂമിയിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാവുകയില്ല. ഏടുകളിൽ, മുസ്ഹഫുകളിൽ തുറന്നു നോക്കിയാൽ ഖുർആൻ കാണില്ല. അതുപോലെ തന്നെ അത് മനഃപാഠമാക്കിയ ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്നും അത് ഉയർത്തപ്പെടും. അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയുസ്റാ അലാ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബ് അത് ഉയർത്തപ്പെടും. ഫയുർഫഉ ഇല സമാ, ആകാശത്തേക്ക് ഉയർത്തപ്പെടും. ഫലാ യബ്ഖാ ഫിൽ അർദി മിൻഹു ആയ. പിന്നീട് ഭൂമിയിൽ ആ ഖുർആനിൽ നിന്ന് ഒരു ആയത്തും അവശേഷിക്കുകയില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്നുള്ളത്. ഇത് തന്നെയായിരുന്നു മുൻഗാമികളുടെയും അഖീദ, സ്വഹാബത്തിന്റെയും തബീഈങ്ങളുടെയും ശേഷം വന്ന അഇമ്മത്തു സുന്ന, അഹ്ലുസുന്നയുടെ പകൽബരായ ഇമാമികളുടെയും വിശ്വാസം എന്തു തന്നെയാണ്? ഈ പറഞ്ഞ അഖീദ തന്നെ. നമുക്ക് മഅ്റൂഫ് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അദറക്തു നാസ മുൻദു 70 സന.
അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ ദൂനഹു 70 വർഷങ്ങളോളമായി ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പലരെയും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആരൊക്കെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെയും അവർക്ക് ശേഷം വന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് എന്താണ്? യഖൂലൂൻ അല്ലാഹു ഖാലിഖുൻ, അല്ലാഹുവാണ് ഖാലിഖ്, വമാ സിവാഹു മഖ്ലൂഖുൻ, അവനല്ലാത്തതെല്ലാം മഖ്ലൂഖാണ്. ഇല്ലൽ ഖുർആൻ, ഖുർആൻ ഒഴികെ. ഫഇന്നഹു കലാമു, ഖുർആൻ മഖ്ലൂഖൻ, അതവന്റെ കലാം. എന്താണ് കലാം? അവന്റെ സംസാരമാണ്. മിൻഹു ഖറജ, ആ ഖുർആൻ അവനിൽ നിന്നാണ്, അല്ലാഹുവിൽ നിന്നാണ് വന്നത്. വഇലൈഹി യഊദ്, അല്ലാഹുവിലേക്ക്, അവനിലേക്ക് തന്നെ ഖുർആൻ മടക്കപ്പെടുകയും ചെയ്യും. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, സലഫുകളുടെ അഖീദ ഈ പറഞ്ഞ വിശ്വാസമായിരുന്നു എന്നതിനുള്ള തെളിവാണ് നമ്മൾ പറയുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നു, ലഖീതുൽ റിജാല വൽ ഉലമാ വൽ ഫുഖഹാ, പണ്ഡിതന്മാരെയും ഫുഖഹാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ? ബിമക്ക വൽ മദീന വൽ കൂഫ വൽ ബസറ വശാം വഖുറാസാൻ, ഈ പറഞ്ഞ നാടുകളിലെല്ലാം ഞാൻ ഇൽമു പഠിക്കാൻ പോയപ്പോൾ, ഹദീസുകൾ അന്വേഷിച്ച് പോയപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഫറഅയ്തുഹും അല സുന്നത്തി വൽ ജമാഅ, അവരെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശത്തിലായിരുന്നു. വസഅൽതു അൻഹ അൽ ഫുഖഹാ, അവിടെയുള്ള പണ്ഡിതന്മാരോട് ഖുർആനിനെ കുറിച്ച് ഞാൻ ചോദിച്ചു, അഹ്ലുസുന്നയുടെ അഖീദയെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഫകുല്ലു യഖൂൽ, അവരെല്ലാവരും ഇപ്രകാരം പറയുമായിരുന്നു, കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, സംസാരമാണ്. ഗൈറു മഖ്ലൂഖ്, അതെന്തല്ല, സൃഷ്ടിയല്ല. മിൻഹു ബദാ, അവനിൽ നിന്നാണ് അത് തുടങ്ങിയത്, ആരംഭിച്ചത്. വഇലൈഹി യഊദ്, അവനിലേക്ക് തന്നെ അത് മടക്കപ്പെടും. നോക്കൂ, നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അഹ്ലുസുന്നയുടെ അഖീദയായി പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ച അഹ്ലുസുന്നയുടെ അഖീദയായി കൊടുത്തതായി കാണാൻ സാധിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സമാനമായ വാക്കുകൾ പറയുന്നു, മദ്ഹബു സലഫിൽ ഉമ്മ وأئمتنا من الصحابة والتابعين لهم بإحسان وسائر أئمة السنة كالأئمة الأربعة وغيرهم. ഈ ഉമ്മത്തിലെ സലഫുകളുടെ വിശ്വാസം, സഹാബത്ത്, താബിഈൻ, അവർക്ക് ശേഷം വന്ന ഇമാമികൾ, ഇതുപോലെ കൽഅയിമത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമികൾ പോലെയുള്ള മറ്റു അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, ഇവരുടെ എല്ലാം മദ്ഹബ് ആദർശം എന്താണ്? മാ ദല്ല അലൈഹി കിതാബു വസുന്ന, ഖുർആൻ സുന്നത്ത് എല്ലാം അറിയിക്കുന്നത്, അതാണ് അവരുടെ ആദർശം. വഹുവ അല്ലദീ യുവാഫിഖുൽ അദില്ലത അൽ അഖ്ലിയ്യത അസ്സരീഹ, ഖുർആൻ സുന്നത്തും അറിയിക്കുന്ന വിശ്വാസം തന്നെയാണ് നേരായ ബുദ്ധിക്ക് അനുയോജ്യമായ അഖീദ. അന്നൽ ഖുർആന കലാമുല്ലാഹ്, എന്താണ് അവരുടെ വിശ്വാസം? ഖുർആൻ അല്ലാഹുവിന്റെ കലാം, സംസാരമാണ്. മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്, അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അത് സൃഷ്ടിയല്ല. സഹോദരങ്ങളെ, ഈ ഉദ്ധരണികളെല്ലാം വായിച്ചത് മുൻഗാമികളുടെ ആദർശം ഇത് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വിശ്വാസം എന്നുള്ളത്, വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ഈ അഖീദ എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇജ്മാഇലുള്ള ഏകോപിച്ച ഒരു അഭിപ്രായം, ഏകോപിച്ച വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിശ്വസിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഈ അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ നിന്ന് മുൻകാലത്തൊട്ട് തന്നെ പിഴച്ചു പോയിട്ടുള്ള വിഭാഗങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അഹ്ലുസുന്നയുടെ ഈ വിശ്വാസത്തിൽ നിന്ന് മുൻകാലത്തൊട്ട് തന്നെ ഇതിനെതിരായ പിഴച്ച വിശ്വാസങ്ങൾ ഉടലെടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ പിഴച്ച ആളുകൾ അവരുടെ അഖീദയായി കൊണ്ടു നടന്ന കാര്യം എന്താണ്? അവർ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് അംഗീകരിക്കുകയില്ല, അല്ലാഹുവിന്റെ സിഫത്താണ് എന്ന നിലയ്ക്ക് അവരുടെ സംസാരമാണ് എന്നവർ അംഗീകരിക്കുകയില്ല, അതിന് നിഷേധിക്കുകയും മാത്രമല്ല അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, മറ്റു സൃഷ്ടികളെ പോലെ ഒരു സൃഷ്ടിയാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ് ആ പിഴച്ച കക്ഷികളുടെ ഒക്കെ വിശ്വാസമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നോക്കൂ, നിങ്ങൾ വളരെ മുൻകാലത്ത് തന്നെ ഉടലെടുത്തിട്ടുള്ള ഒരു പിഴച്ച കക്ഷികളാണ് ജഹ്മിയ. ജഹ്മിയ സഫ്വാൻ എന്ന
പിഴച്ച വ്യക്തിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ജഹ്മിയാക്കൾ എന്നറിയപ്പെടുന്നത്. അയാളുടെയും അവരുടെയും ആ കൂട്ടരുടെയും വിശ്വാസം എന്താണ്? ഈ പറഞ്ഞ വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം എന്നതിനെ അംഗീകരിക്കുകയില്ല, മറിച്ച് അത് സൃഷ്ടിയാണ് എന്നതാണ് അവരുടെ അഖീദ. ജഹ്മികൾ എന്നുള്ളത് അല്ലാഹുവിന്റെ മുഴുവൻ സിഫാത്തുകളെയും മുഴുവൻ വിശേഷണങ്ങളെയും നിഷേധിക്കുന്ന ഒരു കൂട്ടരാണ്. കലാമ് മാത്രമല്ല, എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് ജഹ്മിയാക്കൾ. പണ്ഡിതന്മാർ പറയുന്നു, ജഹ്മിയാക്കൾക്ക് അവരുടെ നേതാവായ ജഹ്മിന് ഈ ഒരു വിശ്വാസം കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണ്? ജഅദ് ഇബ്നു ദിർഹം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. അയാൾ തന്നെ നിഷേധിയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഗണ്ഡിതമായി പറഞ്ഞിട്ടുള്ള, അല്ലാഹു മൂസാ നബിയോട് സംസാരിച്ചു അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലായി സ്വീകരിച്ചു എന്ന നസ്സിനെ നിഷേധിക്കുന്ന വ്യക്തിയാണ് എന്ന് അല്ലാഹു ഖണ്ഡിതമായി പറഞ്ഞ ആ ഒരു കാര്യത്തെ അംഗീകരിക്കാത്ത നിഷേധിക്കുന്ന വ്യക്തിയായിരുന്നു ജഅദ് ഇബ്നു ദിർഹം. വേറെ ഒരുപാട് പിഴച്ച വിശ്വാസങ്ങൾ അയാൾക്കുണ്ട്. ആ ജഅദിൽ നിന്നാണ് ജഹ്ം ഇബ്നു സഫ്വാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ആദർശം, ഈ ഒരു പിഴച്ച വിശ്വാസം സ്വീകരിക്കുന്നത്. ഈ ജഅദ് ഇബ്നു ദിർഹം എന്ന വ്യക്തിയെ അയാളുടെ കുഫറിന്റെ കാര്യം വെച്ചാൽ അക്കാലത്തുള്ള പണ്ഡിതന്മാർ അയാൾ മുർത്തദ്ദാണ് എന്ന് വിധി പുറപ്പെടുവിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണാധികാരി അയാൾക്ക് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ജഅദിൽ വധിച്ചുകൊണ്ടാണ് ചെയ്തത്. അന്നത്തെ ഭരണാധികാരിയായ ഇറാഖിലെ അന്നത്തെ ഭരണാധികാരിയായ ഖാലിദ് ഇബ്നു അബ്ദുല്ലാഹ് അൽ ഖസ്രി റഹിമഹുല്ലാഹ് അഹ്ലുസുന്നയുടെ ഭരണാധികാരികളുടെ ഒരാളാണ്. അദ്ദേഹം ജഅദിനെ പെരുന്നാൾ ദിവസം വധശിക്ഷ നടത്തിയെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അയാളുടെ വിദഅത്ത് അവിടെ നിന്നില്ല. അയാളെ വധശിക്ഷ നടപ്പിലാക്കി അയാൾ മരിച്ചതോടുകൂടി അയാളുടെ പിഴച്ച വാദം അവസാനിച്ചില്ല. മറിച്ച് ജഹ്മും അയാളിൽ നിന്ന് ജഹ്ം ഇബ്നു സഫ്വാൻ സ്വീകരിക്കുകയും ആ ജഹ്മിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു പിഴച്ച വിശ്വാസം പ്രചരിക്കുകയുണ്ടായി. പിന്നീട് അയാളുടെ ഈ ഒരു വിശ്വാസം പിഴച്ച അഖീദ പ്രചരിപ്പിച്ചത് ഏറ്റെടുത്തത് ജഹ്ം ഇബ്നു സഫ്വാനാണ്. അയാളുടെ പലരിലേക്കും ഈ ഒരു പിഴച്ച ആദർശം പ്രചരിക്കുകയുണ്ടായത്. ഇപ്പൊ നിങ്ങൾ ജഹ്മിയാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സിഫത്തുകളെയും വിശേഷണങ്ങളെയും നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ്. അവർ പറയുന്നത് അല്ലാഹുവിന്റെ സിഫത്തുകളൊന്നും യാഥാർത്ഥ്യമല്ല, അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ മറ്റു സിഫത്തുകൾ ഒന്നും ഹഖീഖത്തുള്ളതല്ല. അതൊക്കെ അലങ്കാരികമായ ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥമാണ് എന്നതിനെ അർത്ഥം മാറ്റി അവർ പറയും. ഒരിക്കലും അല്ലാഹുവിന്റെ സിഫത്തുണ്ട് എന്നത് അവർ അംഗീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ സിഫത്തുണ്ട് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നവരായിരുന്നു. അതിൽപ്പെട്ടാണ് അല്ലാഹുവിന്റെ കലാം എന്ന സിഫത്തിനെയും അവർ നിഷേധിക്കുന്നു, അംഗീകരിക്കുന്നില്ല. അവർ എന്ത് പറയില്ല? അല്ലാഹുവിന്റെ ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ കലാമാണ് എന്നവർ വിശ്വസിക്കുകയില്ല. മറിച്ച് അത് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്നായിരുന്നു അവരുടെ വാദം. നോക്കൂ, നിങ്ങൾ അവരിൽപ്പെട്ട ഒരു നേതാവ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരു കാര്യമാണ് വഖല്ലമല്ലാഹു മൂസ തക്ലീമ. അല്ലാഹു മൂസാ നബിയോട് സംസാരിച്ചു എന്നാണ്. വഖല്ലമല്ലാഹു അറബി അറിയുന്നവർക്കറിയാം, അല്ലാഹു എന്ന് പറഞ്ഞാൽ അവിടെ ഫാഇലാണ്. ഹു എന്ന വന്ന കൊടുത്താൽ അഥവാ സംസാരിച്ചവൻ ആരായി മാറും? അല്ലാഹുവായി മാറും. പക്ഷെ ഈ വ്യക്തി എന്ത് ചെയ്തു? ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി അവന്റെ ആദർശം സമർത്ഥിക്കാൻ വേണ്ടി ഖുർആനിലെ ആ അല്ലാഹു എന്നുള്ള ദമ്മ മാറ്റി ഫത്ഹയാക്കി. വഖല്ലമല്ലാഹ മൂസ തക്ലീമ. അപ്പോൾ നേരെ അർത്ഥമാണ് അല്ലാഹുവിനോട് മൂസാ നബി സംസാരിച്ചു എന്നായി അർത്ഥം. ശരിക്കും അർത്ഥം എന്താണ്? മൂസാ നബിയോട് അല്ലാഹു സംസാരിച്ചു എന്നായിരുന്നു ആ ആയത്തുകൾ. ആ ആയത്ത് അംഗീകരിച്ചാൽ എന്തായി? വേറെ വാദം കൂടി അല്ലാഹു സംസാരിച്ചു, അല്ലാഹുവിന് കലാമുണ്ട് എന്ന സിഫത്ത് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഹറക്കത്ത് മാറ്റി നേരെ ആ ദുർവ്യാഖ്യാനിക്കാൻ ചെയ്തിട്ടില്ല, അർത്ഥം മാറ്റം ചെയ്തു. മൂസാ നബി അല്ലാഹുവിനോട് സംസാരിച്ചു എന്നതിലേക്ക് വഖല്ലമല്ലാഹ അല്ലാഹു എന്ന വാക്കിന് ഫത്ഹ കൊടുത്ത് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയുണ്ട്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ബുദ്ധിപരമാണ്. അവരെന്ത് ചെയ്തു? ഖുർആനിൽ തന്നെ മറ്റൊരായത്ത് മൂസാ നബിയുടെ സംഭവം പറയുന്ന അതേ സംഭവം തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരായത്ത് അവിടെ അല്ലാഹു എന്നുള്ള വാക്കില്ല, വഖല്ലമഹു റബ്ബുഹു എന്നാണ്.
വകല്ലമഹു റബ്ബുഹു. അവിടെ ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് സംസാരിച്ചു എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. ആ ആയത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒന്നും മാറ്റാൻ ഒരു ഓപ്ഷനില്ല. ആ ആയത്തിൽ അവിടെ അദ്ദേഹം കുടുങ്ങാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരിൽ പലരും ഖുർആനിലെ ആയത്തുകൾ വ്യാഖ്യാനിക്കുകയും അവരുടെ ആശയം ആദർശം സമർപ്പിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ ദുർവ്യാഖ്യാനം എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ എങ്ങനെ ജഹ്മിയാക്കൾ എന്നുള്ളത് സിഫത്തുകൾ മുഴുവൻ നിഷേധിക്കുന്നവരാണ്. ആ സിഫത്തിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുവിന്റെ കലാം, സംസാരം എന്ന സിഫത്ത്. അതും അവർ അംഗീകരിക്കുകയില്ല. ഈ ജഹ്മിയാക്കളുടെ സ്വാധീനത്താൽ ഉടലെടുത്തിട്ടുള്ള ഒരു പിഴച്ച മറ്റൊരു വിഭാഗമാണ് മുഅ്തസിലിയ. മുൻകാലത്ത് തന്നെ അവരുണ്ടായിട്ടുണ്ട്. മുഅ്തസിലിയാക്കളുടെ വിശ്വാസം എന്താണ്? ഫലത്തിൽ ജഹ്മിയാക്കളുടെ വിശ്വാസം തന്നെ, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ഉണ്ട് എന്ന് മാത്രം. അവർ അല്ലാഹുവിന്റെ അസ്മാഉകൾ മുഴുവൻ അംഗീകരിക്കും, അല്ലാഹുവിന്റെ പേരുകൾ മുഴുവൻ അംഗീകരിക്കും, പക്ഷെ മുഴുവൻ സിഫാത്തുകളെയും നിഷേധിച്ചു. അല്ലാഹുവിന്റെ പേരുകൾ അംഗീകരിക്കും, അല്ലാഹു ബസീറാണ്, അല്ലാഹു അലീമാണ്, പക്ഷെ ആ പേര് അംഗീകരിക്കുന്ന സിഫത്ത് അംഗീകരിക്കില്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? അസ്മാഉകൾ. പിന്നീട് അടുത്ത വരികളിലേക്ക് ഈ കവിതയുടെ അടുത്ത വരികളിൽ വരുന്നുണ്ട് ഇസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യം. ഓരോ ഇസ്മും ഒന്നിലധികം സിഫത്തുകൾ അറിയിക്കുന്നുണ്ട്. റഹ്മാൻ എന്ന അവന്റെ സിഫത്ത്, അവന്റെ പേര്, ആ പേര് അറിയിക്കുന്ന സിഫത്താണെന്ത്? റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യമാണ് സിഫത്ത്. അതുപോലെ തന്നെ ഖദീർ അല്ലാഹുവിന്റെ പേരാണ്, ആ പേര് അറിയിക്കുന്ന ഒരു സിഫത്താണെന്ത്? ഖുദ്റ, അല്ലാഹുവിന്റെ കഴിവ്. കഴിവുള്ളവനാണ് ഖദീർ. പക്ഷെ ഇവരുടെ പിഴച്ച ബാധിലായ ഒരു നിലക്കും ബുദ്ധിക്ക് യോജിക്കാത്ത, പരിശുദ്ധ ഖുർആനിനോ സുന്നത്തിനോ അതുപോലെ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു വിശ്വാസമാണ് അവരുടെ ആദർശം. സിഫത്തുകൾ അംഗീകരിക്കാതിരിക്കാൻ അവരെന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ അസ്മാഉകൾ അംഗീകരിക്കും, പക്ഷേ ആ പേരുകൾ അറിയിക്കുന്ന വിശേഷങ്ങളൊന്നും അറിയിക്കുക. അപ്പോ മുഅ്തസിലിയാക്കളുടെ വിശ്വാസം എന്നുള്ളത് ഇസ്മുകൾ അവർ അംഗീകരിക്കും, അല്ലാഹുവിന്റെ പേരുകൾ, പക്ഷേ അല്ലാഹുവിന്റെ വിശേഷങ്ങൾ അവർ നിഷേധിക്കും. അവന്റെ വിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണിത് നമ്മൾ പറഞ്ഞ കലാം, അല്ലാഹുവിന്റെ സംസാരം എന്നുള്ളത്. അവരതിനെ നിഷേധിക്കും. അവർ അല്ലാഹുവിന്റെ കലാമിനെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനെ അവർ അല്ലാഹുവിന്റെ കലാം എന്നവർ പറയും. സംസാരം, കലാം എന്നുള്ളത് അല്ലാഹുവിലേക്ക് അവർ ചേർത്തി പറയും, മനസ്സിലാക്കണം. പക്ഷെ അവർ ഏത് നിലക്കാണ് അത് ചേർത്തി പറയുന്നത്? അല്ലാഹുവിന്റെ സൃഷ്ടി എന്ന നിലക്കാണ്. ഏതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നാഖത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് അതിനെ സൃഷ്ടിച്ചത് എന്ന നിലക്കാണ്. അബ്ദുല്ലാഹ് എന്ന ആൾക്ക് പേരുണ്ട്, അല്ലാഹുവിന്റെ അടിമ, അല്ലാഹുവിന്റെ മഖ്ലൂഖാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ നിലക്കാണ് മുഅ്തസിലിയാക്കൾ കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ സംസാരം എന്നത് അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്നത്. അല്ലാതെ ഒരിക്കലും അല്ലാഹുവിന്റെ സിഫത്ത് വിശേഷണം എന്ന അർത്ഥത്തിലല്ല, സൃഷ്ടി എന്ന അർത്ഥത്തിലാണ് അവർ അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്നത്. ഇതും ഈ പറഞ്ഞ മുഅ്തസിലികളുടെ ആദർശവും വിശ്വാസവും എന്താണ്? ബാത്തിലാണ്, സംശയമില്ല. കാരണം ഫലത്തിൽ അവരെന്താണ്? ജഹ്മിയാക്കൾ പോലെ തന്നെ സിഫത്തിനെ നിഷേധിക്കുകയും അതുവഴി ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹുവിലേക്ക് കലാം എന്ന കാര്യത്തെ അവർ ചേർത്തി പറയുന്നുണ്ട് എങ്കിലും, പക്ഷെ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? സൃഷ്ടി എന്ന നിലക്കുള്ള ചേർത്തി പറയലാണ്. പക്ഷെ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അല്ലാഹുവിന്റെ സൃഷ്ടി എന്ന നിലക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് നാഖത്തുല്ലാഹ്, അബ്ദുല്ലാഹ് എന്ന് പറയുന്നത് പോലെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇളാഫത്ത്, അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് അല്ലാഹുവിന്റെ സിഫത്ത് എന്ന നിലക്ക് അവനിലേക്ക് ചേർത്തി പറഞ്ഞതും. അതേപോലെ കലാമുല്ലാഹ്, റഹ്മത്തുല്ലാഹ്, യദുല്ലാഹ്, വജ്ഹുല്ലാഹ്, ഈ രീതിയിൽ അല്ലാഹുവിന്റെ സിഫത്ത് എന്ന നിലക്ക് അവനിലേക്ക് ചേർത്തി പറഞ്ഞതുണ്ട്. സിഫത്ത് എന്ന നിലക്ക് അല്ലാഹുവിലേക്ക് ചേർത്തി പറയപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും എന്തല്ല, സൃഷ്ടിയാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അപ്പോ ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിഫത്തല്ല, മറിച്ച് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് മറ്റു സൃഷ്ടികളെ പോലെ എന്നതാണ് അവരുടെ വിശ്വാസം, വാദം എന്നുള്ളത്. അതിന് നേരെ വിപരീതമാണ് അഹ്ലുസുന്നയുടെ അഖീദ. ഇതുപോലെ തന്നെ ജഹ്മിയാക്കളുടെ സ്വാധീനത്താൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു പിഴച്ച വിഭാഗമാണ് അശാരികൾ.
അശ്അരികൾ. അവർ എന്താണ് ഈ പറഞ്ഞ പോലെ മുഅ്തസിലിയാക്കളെ പോലെ ജഹ്മിയാക്കളെ പോലെ തന്നെ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വാദിക്കുന്നവർ തന്നെയാണ്. അശ്അരികൾ മാത്രമല്ല, അശ്അരികൾ, റാഫിദികൾ, ഇബാദികൾ, ഖവാരിജികൾപ്പെട്ട ഒരു വിഭാഗമാണ് ഇബാദിയാക്കൾ. അതുപോലെ തന്നെ ഷിയാക്കളുടെ തീവ്ര നിലപാടുകാരാണ് റാഫിദിയാക്കൾ. അതുപോലെ തന്നെ അശ്അരികൾ. ഈ പറഞ്ഞവരെല്ലാം തന്നെ ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും പറഞ്ഞതുപോലെ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദക്കാർ തന്നെയാണ്. മറിച്ച് ഇവരുടെ അവതരണത്തിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. ഒരാൾ പറയുന്നത് പോലെ ആയിരിക്കില്ല മറ്റേ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഫലത്തിൽ എന്താണ് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു പോയിന്റ്, ഈ വിദഅത്തിന്റെ കക്ഷികളെല്ലാം ഒരുമിക്കുന്നത് ശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടി എന്ന വാദത്തിലേക്ക് തന്നെയാണ്. അത് മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല. അപ്പൊ നോക്കൂ, ഈ ഒരു പിഴച്ച വാദം മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി കൊണ്ടുവന്ന വ്യക്തിയാരാണ്? ജഅദ് ഇബ്നു ദിർഹം. അയാൾ അന്നത്തെ ഖാദി വധശിക്ഷ നടപ്പിലാക്കി വധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അയാളിൽ നിന്ന് ഈ ഒരു വാദം സ്വീകരിച്ച് പ്രചരിപ്പിച്ചത് ജഹ്മു ഇബ്നു സഫ്വാൻ എന്ന് പറയുന്ന വ്യക്തി. പിന്നീട് മുഅ്തസിലികളിലൂടെ ഈ ഒരു ആദർശം മുസ്ലിം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അബ്ബാസി ഖലീഫയായിരുന്ന ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലത്ത് വരെ ഈ പറഞ്ഞ പിഴച്ച കക്ഷികൾക്ക് ഇത് ധൈര്യത്തിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എളുപ്പത്തിൽ ഇത് പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് സുന്നിയായ ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ ഭയത്താൽ, അദ്ദേഹത്തോടുള്ള ഗാംഭീര്യത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ഖൗഫിനാൽ ഇവർക്ക് എന്ത് ചെയ്തില്ല? ഇതൊരു എളുപ്പത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ, പരസ്യമായി പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. രഹസ്യമായി പലരിലേക്കും അവരത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഹാറൂൻ റഷീദിന്റെ കാലത്തിന് ശേഷം ആര് വന്നു? അദ്ദേഹത്തിന്റെ മകൻ മഅ്മൂൻ എന്ന ഖലീഫ വന്നു. മഅ്മൂൻ എന്ന ഖലീഫയുടെ കാലത്താണ് ഈ ഒരു പിഴച്ച കക്ഷികൾക്ക് ഈ വാദം, ഈ പിഴച്ച വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള, പരസ്യമായി പ്രചരിപ്പിക്കാനുള്ള അനുവാദവും എളുപ്പവും കിട്ടിയത്. അവർ ഭരണാധികാരിയുടെ സഹായത്താൽ ഈ ഒരു പിഴച്ച വാദം മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, മിമ്പറുകളിലും ദുറൂസുകളിലും എല്ലാം അത് പരസ്യമായി പ്രചരിപ്പിച്ചു. മുസ്ലിങ്ങളെ ഇത് വിശ്വസിക്കാൻ നിർബന്ധിപ്പിച്ചു. എല്ലാവരെയും ഈ പിഴച്ച ആദർശത്തിലേക്ക് വരാൻ അവർ നിർബന്ധിപ്പിച്ചു, ഭരണാധികാരിയുടെ സഹായത്തോടുകൂടി. എത്രത്തോളം അതിനെതിരെ നിലപാടെടുക്കുന്നവർ അഥവാ സുന്നയുടെ ആദർശം സ്വീകരിക്കുന്നവരെ പല നിരക്കുള്ള പ്രയാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങൾക്കും ഏറെയാക്കുകയുണ്ടായി. അങ്ങനെ ഈ പിഴച്ച വിശ്വാസത്തിനെതിരെ നിന്ന, ഈ പിഴച്ച കൂട്ടർക്കെതിരെ ശക്തമായി നിലകൊണ്ടിരുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരു പ്രധാന പണ്ഡിതനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം ആ കാലത്തുള്ള പണ്ഡിതനാണ്. അദ്ദേഹം ഇതിനെതിരെ ശക്തമായി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. ഭരണാധികാരികൾ അദ്ദേഹത്തെ പലതവണ നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആ ഒരു തെറ്റായ വിശ്വാസം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതിന്റെ പേരിൽ, ഈ ഒരു ഫിത്നയുടെ പേരിൽ പല നിരക്ക് പല പ്രയാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം. എത്രത്തോളം ഒരുപാട് കാലം അദ്ദേഹം ഈ ഒരു ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്തറിയപ്പെട്ടത്? ഇമാമു സുന്ന, ഇമാമു അഹ്ലി സുന്ന എന്ന് ഇമാം അഹ്മദ് അറിയപ്പെടാനുള്ള കാരണം ഇതാണ്. ഈ ഒരു പ്രത്യേകമായ മുസ്ലിം ലോകത്തുള്ള ഫിത്നയുടെ കാലത്ത് സുന്നത്തിൽ ഉറച്ചു നിന്ന, ആ സുന്നത്തിൽ അടിയുറച്ചു നിന്നത് പ്രഖ്യാപിച്ച മഹാപണ്ഡിതൻ എന്ന അർത്ഥത്തിലാണ് ഇമാം സുന്ന എന്ന ആ ഒരു വിശേഷണത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. പണ്ഡിതന്മാരിൽ ഒരാൾ പറഞ്ഞത് കാണാൻ സാധിക്കും, ഈ ദീനിനെ അല്ലാഹു രണ്ട് പേരിലൂടെയാണ് ശക്തിപ്പെടുത്തിയത്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏത് സമയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ കുറച്ച് ആളുകൾ മുർത്തദ്ദായി. ആളുകൾക്കിടയിൽ ആകെ കൺഫ്യൂഷനായി, ആളുകൾ ആകെ അങ്കലാപ്പിലായി, സംശയത്തിലായി, ഏതൊരു പ്രയാസത്തിന്റെ ഘട്ടമായി.
പക്ഷെ അവിടെ സ്ട്രോങ് ആയ ശക്തമായ നിലപാടെടുത്താൽ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിലൂടെ അവരോട് മുത്തഖീങ്ങളോട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധം ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളെ കൂട്ടി. അപ്പൊ ഈ ദീനിനെ അദ്ദേഹത്തിലൂടെ അള്ളാഹു സംരക്ഷിച്ചു. ആ സന്ദർഭത്തിൽ വലിയൊരു ഫിത്നയായിരുന്നു. രണ്ടാമതൊരു മുസ്ലിം ലോകത്തുണ്ടായ ഒരു ഫിത്നയാണ് യൗമുൽ മിഹ്ന. ഈ ഖൽഖുൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം ഭരണാധികാരികളുടെ സപ്പോർട്ടോടുകൂടി, സഹകരണത്തോടുകൂടി, സഹായത്തോടുകൂടി വിദഗ്ധകൾ നിർബന്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ പേരിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദനം ഏൽപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ ഉറച്ചു നിന്ന അതിനെതിരെ ശക്തമായ ഇടപെട്ടാണ് ആ ഒരു വലിയ പണ്ഡിതനാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. ഒരിക്കൽ മഅ്മൂൻ എന്ന ഖലീഫ മഅ്മൂൻ ജയിലിൽ നിന്ന് അദ്ദേഹമുള്ള നാട്ടിലേക്ക് ഇമാം അഹ്മദിനെ കൊണ്ടുവരാൻ ആളെ അയച്ചു. വേറൊരു നാട്ടിൽ ജയിൽ അടച്ചിട്ടാണ്, കുറച്ച് ദൂരെയുള്ള പ്രദേശം. മഅ്മൂനിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് വരുന്ന വഴി ദുആ ചെയ്തു, അല്ലാഹുവേ മഅ്മൂനിന്റെ മുഖം നീ എനിക്ക് കാണിച്ചു തരണം. വരുന്ന വഴി ആരുടെ മരണവാർത്ത കേട്ടു? ഖലീഫ മഅ്മൂൻ മരിച്ചിരിക്കുന്നു. വീണ്ടും തിരിച്ച് ഇമാം അഹ്മദിനെ അതേ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി. പിന്നീട് മഅ്മൂനിന് ശേഷം വന്നത് മഅ്മൂനിന്റെ മകൻ അൽ മുഅ്തസിം എന്ന് പറയുന്ന വ്യക്തിയാണ്. അൽ മുഅ്തസിം ബില്ലാഹ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഖിലാഫത്ത് ഏറ്റെടുത്തത്. അയാളും മഅ്മൂനിനെ പോലെ തന്നെ പിഴച്ച വിശ്വാസക്കാരനായിരുന്നു, തെറ്റായ വിശ്വാസക്കാരനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ഒരു ഫിത്നയ്ക്ക് ചുക്കാൻ പിടിച്ച ബിദ്അകളിൽപ്പെട്ട വലിയൊരാളായിരുന്നു അഹ്മദ് ബിൻ ദുആദ്. അഹ്മദ് ബിൻ അബി ദുആദ് എന്ന് പറയുന്ന ഒരു പേര്. അപ്പൊ അയാളുടെ പേര് അഹ്മദാണ്. രണ്ട് അഹ്മദാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് അഹ്മദ് സുന്ന, പണ്ഡിതന്മാർ പറയുന്നു ഒന്ന് അഹ്മദ് സുന്ന, മറ്റേത് അഹ്മദ് ഫിത്ന. ഒന്ന് സുന്നത്തിന്റെ അഹ്മദ് അഹ്മദ്, മറ്റൊന്ന് ബിദ്അകളുടെ നേതാവായ അഹ്മദ് ഫിത്ന, അഹ്മദ് നബി ദുആദ്. അയാളാണ് ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ചത്. ഭരണാധികാരികളെ പലതരക്ക് വിശ്വാസാക്കി, പലതരക്ക് മന്ത്രിച്ചു കൊടുത്ത്, പല തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ മുസ്ലിങ്ങളെ നിർബന്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഈ പറയുന്ന അഹ്മദ് ഫിത്നയായ അഹ്മദ് നബി ദുആദ് എന്ന വ്യക്തിയാണ്. പിന്നീട് നോക്കൂ, മുഅ്തസിമിന്റെ കാലശേഷം മുഴുവൻ ഇമാം അഹ്മദ് അടിയും മർദ്ദനവും നിൽക്കേണ്ടി വന്നു. ജയിലാണ് ഒരുപാട് പ്രയാസങ്ങൾ നിൽക്കേണ്ടി വന്നു. പിന്നീട് വന്നത് അയാളുടെ മരണശേഷം വന്നത് അൽ വാസിഖ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. അയാൾ ചെറുപ്പക്കാരനായി ഈ വിദഗ്ധകൾ അയാളെ കൊണ്ട് കളിക്കുകയായിരുന്നു. ഈ വിദഗ്ധകളായ നേതാക്കന്മാരിൽ വന്ന ചെറുപ്പക്കാരനായ ഭരണാധികാരിയെ കൊണ്ട് ഒരുപാട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവരുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അയാളുടെ കാലഘട്ടത്തിലും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. പിന്നീടാണ് ഈ മൂന്ന് ഭരണാധികാരികളുടെ കാലശേഷം നാലാമത്തെ ഭരണാധികാരിയായിരുന്നു അൽ മുതവക്കിൽ അലാ അല്ലാഹ്, അഹ്ലുസ് സുന്നയുടെ ഭരണാധികാരിയായ അദ്ദേഹം വരികയാണ്. അയാളിലൂടെയാണ് ഈ ഒരു പരീക്ഷണം അല്ലാഹു ഈ ഉമ്മത്തിൽ നിന്ന് ഉയർത്തിയത്. ഈ ഉമ്മത്തിന് പിന്നീട് ഇസ്സത്ത് തിരിച്ചു കിട്ടിയത് അല്ലാഹുവിന്റെ സഹായത്തോടുകൂടി ഈ ഒരു ഭരണാധികാരിയുടെ കയ്യിലൂടെയാണ്. ഈ ഒരു ഭരണാധികാരിയുടെ സഹായത്തോടു കൂടിയാണ് പിന്നീട് മുസ്ലിം ലോകത്ത് ഈ ഒരു ഇസ്സത്ത് തിരികെ ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ആ മിമ്പറുകളിലും ദുറൂസുകളിലും എല്ലാം പഴയ പോലെ അഹ്ലുസ് സുന്നയുടെ ആദർശം പ്രചരിപ്പിക്കപ്പെട്ടു. മുഅ്തസിലികളെയും ഈ പറയുന്ന ബിദ്അത്തിന്റെ ആളുകളെല്ലാം അദ്ദേഹം നാടുകടത്തി, പലരെയും ജയിലിലടക്കി, പലരെയും നാടുകടത്തി. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇത്ര കാലം പരീക്ഷിക്കപ്പെട്ടു എങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇമാം അഹ്മദിന് അദ്ദേഹം ഉന്നതമായ സ്ഥാനം ഓഫർ ചെയ്തു. പക്ഷേ ഒരുപാട് വലിയ പദവിയും സമ്പത്തും നൽകി ഓഫർ ചെയ്തു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അറിയപ്പെട്ടതാണ്, സുഹൃത്തിൽ അറിയപ്പെട്ട ഇമാമാണ് ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹം അതെല്ലാം നിരസിക്കുകയാണ് ചെയ്തത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ലോകത്ത്, മുസ്ലിം ഉമ്മത്തിന് ആ ഒരു വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള അഖീദ, എന്താണ് അഹ്ലുസ് സുന്നയുടെ അഖീദ, തിരിച്ച് ആ ഒരു ഇസ്സത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന, സംരക്ഷിക്കപ്പെട്ട് നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഉയർത്തപ്പെടുന്നത് വരെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹുവിന്റെ വാക്കാണ്.
ഇന്നാ നഹ്നു നസ്സൽന الذിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ചെറിയ ആയത്ത് നമ്മൾ പഠിക്കണം. ഇന്നാ നഹ്നു നസ്സൽന الذിക്ര, ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചത്. വഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. വഹീനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഖുർആൻ ഒരു വ്യത്യാസമില്ലാതെ അത് ഉയർത്തപ്പെടുന്നത് വരെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും ഖുർആൻ പരിപൂർണമല്ല, അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, ന്യൂനതകളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് വാദിച്ചാൽ അവന്റെ ഹുക്മെന്താണ്? ഖുർആനെ കുറിച്ച് ഈ ഒരു വിശ്വാസം ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ അവക്കാതാണ്. ഈ ഒരു വിശ്വാസം ആർക്കുണ്ട്? ഷിയാക്കൾക്ക്, റാഫിദിയാക്കൾക്ക് ഈ ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് ഖുർആൻ അത് പൂർണ്ണമല്ല, അപൂർണമാണ് എന്നാണ് അവരുടെ വാദം. ഖുർആനിൽ യഥാർത്ഥ ഖുർആൻ എന്നുള്ളത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഖുർആനാണ് പോലും. അതിൽ നമ്മുടെ ഈ പക്കലുള്ള ഇന്നത്തെ ഖുർആനിനേക്കാൾ ഇരട്ടി ഒരുപാട് കാര്യങ്ങൾ വേറെയുമുണ്ട് എന്നതാണ് അവരുടെ റാഫിദിയാക്കളുടെ വിശ്വാസം. അത് കുഫറാണ്, ധരിച്ച കുഫറിന്റെ വിശ്വാസമാണ്. അങ്ങനെ ഒന്നില്ല. അള്ളാഹു നൽകിയ വാഗ്ദാനമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യുന്നത്. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ നിലനിൽക്കും. ഖുർആൻ പൂർണ്ണമാണ്, അതിൽ നിന്ന് ഇനി ഒന്നും കുറഞ്ഞിട്ടുമില്ല, ഒന്നും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുകയില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട മുസ്ലിമിന്റെ അഖീദയിൽപ്പെട്ട കാര്യമാണ് ഖുർആൻ അജയ്യമാണ്. ഒരു പടപ്പിലും അതിജയിക്കാൻ സാധിക്കാത്ത വിശുദ്ധ ഗ്രന്ഥമാണ്, ഒരു അത്ഭുത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഒരു വെല്ലുവിളിയുണ്ട്, അന്ന് നടത്തിയ ഒരു വെല്ലുവിളി ഇന്നും അത് വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുകയാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. നമ്മുടെ അടിമക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം അവതരിപ്പിച്ച ഈ ഖുർആനിൽ നിങ്ങൾക്ക് ശക്കുണ്ടോ, സംശയമുണ്ടോ എങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. ഫഅതു ബിസൂറത്തിൻ മിസ്ലിഹി, ഖുർആനിലെ ഒരു സൂറത്ത് പോലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും. ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് പോലെ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അള്ളാഹു അന്നത്തെ ആരെയാണ് അള്ളാഹു വെല്ലുവിളിക്കുന്നത്? ഇന്നത്തെ അറബികളെയാണ് അല്ല. അറബി ഭാഷയിൽ പേര് കേട്ട പണ്ഡിതന്മാരായ കവികളും അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ വെല്ലുവിളി നടത്തുന്നത്. അവർക്കാർക്കും സാധിക്കാത്തത് ഇന്നും ആ വെല്ലുവിളി നിൽക്കുന്നു. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഒരു പടത്തിനും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല. ഇത്രയുമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഹദ അല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.